ഹായ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? ഇന്ന് 2024 വർഷാരംഭമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ. 2024 സന്തോഷം സമാധാനം ഒക്കെ നിറഞ്ഞൊരു വർഷമാവട്ടെ എല്ലാവർക്കും. കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും നേട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിക്ക് എന്താ പറയുക, നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിട്ടുണ്ട്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൊടുത്ത കഴിഞ്ഞൊരു വർഷം 2023. അപ്പോൾ 24എങ്കിലും എല്ലാവർക്കും നല്ലൊരു സന്തോഷം സമാധാനമുള്ളൊരു വർഷമാവട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ന്യൂ ഇയർ. 2006 ജനുവരി 1 ഞങ്ങളെ കല്യാണം. അപ്പോൾ 18 വർഷം തികയായിട്ടൊന്ന് 2024 ജനുവരി 1 വന്നപ്പോൾ 18 വർഷം തികയാണ്. എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. എന്താ പറയുക, ഒരാളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ശരിയും തെറ്റും പറഞ്ഞ് വേർതിരിച്ച് നമ്മളെ ശരികളെയൊക്കെ നമുക്ക് വിട്ടു തന്ന് ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ഒരു കെട്ടിയാനും കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടോപ്പ് ലെവലാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്, സത്യസന്ധമായിട്ട് പറയുകയാണേ. എന്താ പറയുക, അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 10 വീഡിയോയ്ക്ക് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദൈവം സഹായിച്ച് സന്തോഷം സമാധാനമൊക്കെ ഉള്ളൊരു ജീവിതം തന്നെയാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ഈ ഒരു വർഷങ്ങൾ മാറാനല്ലാതെ മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരില്ലല്ലേ. ഞാൻ തന്നെ 2023 ഫസ്റ്റ് ജനുവരി 1 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷെ സത്യം പറയാം അതൊന്നും നടന്നിട്ടില്ല ഗൈസ്. കാരണം എന്താ പറയുക, നമുക്ക് വാക്കുകൊണ്ട് പറയണ പോലെ വല്ല പ്രവൃത്തിയില്ലേ. കാരണം എന്താ പറയുക, നമുക്ക് പറയാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ തന്നെ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുത്തിരുന്നു. 24 ജനുവരി 1 മുതൽ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തണം എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എത്തിയതിന് ശേഷം നേരെ തിരികെ ചെയ്തത്. കാരണം പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഒപ്പം തന്നെ വേറെ 1-2 കാര്യങ്ങൾ ഒക്കെ ഓട്ടപ്പച്ചിലും കാര്യങ്ങളായിട്ട് ഞാൻ വിചാരിച്ച ആ ഒരു ഇതിൽ ജനുവരി 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും കാരണം നമ്മൾ പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെ പോകാനുള്ളൊരു തീരുമാനമായിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകളൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. കാരണം സിറ്റുവേഷൻ വളരെ മോശമാണ്, പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്നും ഒരേപോലെയുള്ള വീഡിയോ ഇട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ആണെങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ബേസ് വീഡിയോ മാത്രമാണ് ഇന്നല്ല ഇന്ന് മുതൽ 2024 ജനുവരി 1 മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കണത്. നടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നടത്താൻ ശ്രമിക്കും കേട്ടോ. കാരണം അപ്പോൾ അല്ലാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് അങ്ങനെ പറയുന്നുണ്ട് എന്നും ഒരേപോലെയുള്ള വീഡിയോ ഇടാതെ. അങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല ഗൈസ്. കാരണം ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്. എന്തെങ്കിലും കണ്ടൻറ്റ് ബേസ് വീഡിയോ 1, 2, 10 ഇട്ടാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ വാരി വെച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഒരു മീനച്ചാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ 2024 എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. 24 എന്നല്ല, ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ 2024 ജനുവരിയിലൊക്കെ വരുത്താൻ വിചാരിച്ചിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ എന്താ പറയുക, കുറച്ച് പോസ്റ്റ് ഓഫീസ് ഏറ്റതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എന്നും ഇടുന്ന പോലത്തെ വീഡിയോസാണ് എനിക്ക് വിഷയമല്ല. കുറച്ച് നേരത്തെ നീച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. വീഡിയോ എടുക്കലും പിന്നെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ നടക്കും. പക്ഷെ അതിന് മാറ്റം വരുത്തുന്നതിനെ കൊണ്ട് മാത്രമാണ് എന്താ പറയുക എന്നും വീഡിയോ ഇടാത്ത കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയുള്ള ഗൈസ് വിശേഷങ്ങൾ. മക്കൾ സ്കൂളിൽ പോയി പവിക്കണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പോലെ അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പവിക്കില്ല കേട്ടോ വലിയ കുട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഇനി എന്നാ 3 മാസത്തെ വെക്കേഷൻ, എന്നാ 3 മാസത്തെ വെക്കേഷൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 2024 എല്ലാവർക്കും സന്തോഷം സമാധാനം ഒക്കെ നിറഞ്ഞൊരു വർഷം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നാളെ മുതൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ കൂടിയിട്ട് കണ്ടൻറ്റ് ബേസ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. ഗൈസ് നിങ്ങളൊരു സപ്പോർട്ട് വേണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.